വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ആദ്യം തന്നെ മേരി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു കുനാഫയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റ് ചെയ്തൊരു സേമിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് സേമിയ വേണമെങ്കിലും എടുക്കാം. ഞാൻ റോസ്റ്റ് ചെയ്ത ഒരു പാക്കറ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ റോസ്റ്റ് ചെയ്യാത്തതും അല്ലാത്ത എങ്ങനെ വേണത്തെ എടുക്കാം. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാൻ ആ ഒരു ബൗൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ശരിക്കും കുനാഫ, ചീസി കുനാഫയുണ്ട്, പിന്നെ അതുപോലെ മാംഗോ വെച്ചിട്ട് അങ്ങനെ പല തരത്തിലുള്ള കുനാഫയുണ്ട്. ഇത് നമുക്കങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവർ റോസ്റ്റ് ചെയ്ത് തന്നേക്കുന്നതുകൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് ചെറിയൊരു ബ്രൗണിഷ് കളറായിട്ടാണ് തന്നേക്കുന്നത്. പാക്കറ്റിനുള്ളിൽ തന്നെ ഓൾറെഡി ഉണ്ട്. ഞാനിപ്പോൾ ഒഴിച്ചത് ബട്ടറാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു ഫ്രൈ പാനിലോട്ടാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. ചെറിയൊരു ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് ആദ്യം നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നന്നായിട്ട് ഫ്രൈ പാനിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബട്ടറും വെർമിസെല്ലോട് മിക്സ് ചെയ്ത് വെച്ചത് അത് ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും അറബിക് ഫുഡാണ്. ഞാൻ കുവൈറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത്. ഇത് പല വെറൈറ്റീസ് ഓഫ് കുനാഫ കിട്ടും. മാംഗോ, ചോക്ലേറ്റ്, ചീസി, അങ്ങനത്തെ പല വെറൈറ്റി കിട്ടും. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ എടുത്തേക്കുന്ന ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം വെറുതെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിനകത്തൊന്നും ആഡ് ചെയ്യുന്നില്ല. അൽമറയുടെ ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ശരിക്കും ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചീസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രഷ് ക്രീമും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഫ്രഷ് ക്രീം നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് അങ്ങ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങളതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ടേസ്റ്റ് വേണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ചേദാർ ചീസിൻ്റെ സ്ലൈസസ് ആണ്. സാധാരണ മൊസറല്ല ചീസാകുമ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ വെന്ത് വന്നിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് വരും. അതാണ് സാധാരണ ആഡ് ചെയ്യാറ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള ചീസാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബെറ്റർ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ചീസിൻ്റെ സ്ലൈസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതൊരു ഫ്രൈ പാനിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം. അരമണിക്കൂർ വേവിച്ചാൽ മതിയാവും. ഒരു അരമണിക്കൂർ 35 മിനിറ്റോളം മാക്സിമം വേവിക്കുക. അത്രയേ വേണ്ടൂ. ഇത് നമ്മുടെ കുനാഫ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മളതിന് പകരം വേറെ ഞാനൊരു ജാം മെൽറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ലൂസായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജാമിൻ്റെ മിക്സർ നല്ല ടേസ്റ്റാണ്. ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. എന്നിട്ട് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും നമ്മൾ മൊസറല്ല ചീസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ചീസി ആയിട്ട് പിന്നെ വലിഞ്ഞ് വരും. ഇതിപ്പോൾ മറ്റേ ചീസ് ആയതുകൊണ്ടാണ്
ഇങ്ങനെ വന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.